വൈകുന്നേരം മാറിക്കോളൂ, അല്പം വേണേൽ കഴിച്ചു. വൈകുന്നേരമുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കഴിക്കണ്ടായില്ലോ. ഇല്ലാത്തവർക്ക് ഉണ്ടാകാതിരിക്കും മുൻകരുതലായിട്ട് കഴിച്ചു. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇതെന്തൊരു അലങ്കാരച്ചെടി പോലെ. അലങ്കാരച്ചെടിയല്ല, ഔഷധച്ചെടിയാ. അപ്പോൾ ഔഷധം എന്ന് പറഞ്ഞാൽ ഇത് സാക്ഷാൽ പെരിഞ്ചീരകമാണോ ഇത് പെരിഞ്ചീരകം. നമ്മുടെ ഇതുണ്ടാവോ? നമ്മുടെ ഇവിടെ ഇതുണ്ടാകുന്ന അതിന്റെ തെളിവല്ലേ ഇത്? അല്ല, അത് സംബന്ധിച്ചു. അല്ല, നമ്മുടെ എല്ലായിടത്തും പിടിക്കാൻ സാധ്യതയില്ല. ഇത് ജോസേനെപ്പോലുള്ള കർഷകന്റെ അടുത്തൊക്കെ ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതാണ് നമ്മളൊന്നും കൊണ്ട് നട്ടത് പിടിക്കണമെന്നില്ല. അപ്പൊ ആത്മാർപ്പണം ചെയ്ത് ഇതിനെ നട്ടു കഴിഞ്ഞാൽ ഇതുണ്ടാവും. അതെ. ജോസേട്ടൻ ആത്മാർപ്പണം ചെയ്തിട്ടുണ്ട്. ജോസേട്ടന് ഇത് എവിടുന്നാ ജോസേട്ടൻ ഇതിന്റെ തൈ കിട്ടിയത്? എന്റെ മോനെ, എന്റെ തൈ മേടിക്കാൻ വേറെ എങ്ങും പോകണ്ട. നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന സംഗതി പെരിഞ്ചീരം എടുത്ത് അല്പം നട്ടാൽ മാത്രം മതി. അപ്പൊ അതിന്റെ ടെക്നിക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന ജീരകം മുളപ്പിച്ച് നട്ടാൽ മതി. ഓ, അത്രേ ഉള്ളൂ പരിപാടി. അതിനുവേണ്ടി പൈസ മുടക്കണ്ട. ഇതിന്റെ ഇല കറി വെക്കാൻ കൊള്ളൂ? കറിക്കകത്ത് ചേർക്കാം അല്ലേ? പച്ചക്ക് തിന്നാൻ കൊള്ളൂ? പെരിഞ്ചീരകത്തിന്റെ അതേ ടേസ്റ്റാ. അതെ അല്ലേ? ഓ, സൂപ്പർ.